ഹായ് ഗായ്സ്, അങ്ങനെ കങ്കുവയുടെ ട്രോൾ തട്ടിയിട്ട് നടക്കാൻ വയ്യാത്ത ഒരു സമയമാണിത്. ഇത് കങ്കുവാവയല്ല, കുണുവാവ ആണെന്നാണ് എല്ലാവരും പറയുന്നത്. നമുക്ക് അതിൻ്റെ ട്രോള് ഓരോന്നായി നോക്കാം. ഒരു കമ്പാക്കും ഇല്ല ഇതിനകത്ത്. 4 മണിക്ക് വന്നതിന്റെ എഫക്റ്റ് ആണോ? 2022 സൂര്യയുടെ അവസാനത്തെ പടം ഇറങ്ങിയത്. പിന്നെ ഇപ്പോൾ ഇറങ്ങി. അപ്പം 2 വർഷം വെയിറ്റ് ചെയ്തത് ഈ കങ്കുവാവ എടുക്കാനായിരുന്നെങ്കിൽ ഇത്രയും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഇതിന് പകരം വേറെ വല്ല പടങ്ങൾ അഭിനയിക്കായിരുന്നു. ബാക്കിയാണ് ഇത് എവിടെയാണ് നന്നായിട്ടുള്ളത് എന്നാലേ പാളി എന്ന് പറയാൻ പറ്റുള്ളൂ. എവിടെയൊന്നുമല്ല പാളി, മൊത്തത്തിൽ അടപടലം പാളി എന്ന് പറയാം. സത്യം പറഞ്ഞാണല്ലോ, സൂര്യ എന്നൊരു നട ഒഴിച്ച് ഈ പടത്തിൽ ബാക്കി ഒന്നും കൊള്ളൂല. സൂര്യ കൊള്ളായിരുന്നു. സൂര്യയുടെ മസിൽ, സൂര്യയുടെ ലുക്ക്, സൂര്യയുടെ എക്സ്പ്രഷൻ, കണ്ണുകൊണ്ടുള്ള എക്സ്പ്രഷൻ, ഇതൊക്കെ സൂര്യയുടെ കണ്ണിൻ്റെ എക്സ്പ്രഷന് വേണ്ടി തന്നെ ഒരു പ്രത്യേക സ്ക്രിപ്റ്റ് തയ്യാറാക്കിയെന്ന് തോന്നുന്നു. ഫുള്ള് കണ്ണുകൊണ്ടുള്ള എക്സ്പ്രഷനാണ്. അതൊക്കെ വളരെ അടിപൊളിയായിരുന്നു. എന്നാൽ ആ ഒരു സമയം സ്ക്രിപ്റ്റിന് ചിലവാക്കിയായിരുന്നെങ്കിൽ പടം നന്നായി. അത് മ്യൂസിക് കൊള്ളൂല, VFX കൊള്ളൂല, 3D കൊള്ളൂല, പടത്തിന്റെ മേക്കിംഗ് കൊള്ളൂല. എടേ എല്ലാം കൊള്ളൂല എന്ന് പറയാം. എന്തെങ്കിലും ഒന്ന് കൊള്ളൂന്ന് പറയടി. കൊള്ളൂന്ന് പറയാൻ ഒരാളുണ്ട്. ഒരാൾ ഈ പടത്തിനെ പറ്റി നല്ല അഭിപ്രായം പറഞ്ഞു. ആരാണ്? നമ്മുടെ ശിവണ്ണൻ്റെ അനിയൻ. ആരാണ്? നമ്മുടെ കേരളത്തിലുള്ള ബാല പടം കാണുന്നതിന് മുമ്പ് തന്നെ നല്ലതാന്ന് പറഞ്ഞു. പടം കണ്ടിട്ട് ഇറങ്ങിയിട്ട് അടിപൊളിയാണെന്ന് പറഞ്ഞു. അപ്പം ബാല മാത്രമാണ് പടത്തിനെ പറ്റി ഒരു നല്ല പറഞ്ഞ ഒരാൾ. നല്ല പടം പറയുന്നു. ഒരു അഭിപ്രായം ഇല്ലാഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു എൻ്റർടൈനർ ആയിരിക്കണം. ഡെഫിനറ്റ്ലി ഒരു കാര്യം അറിയാം, എൻ്റെ ചേട്ടനെ കുറിച്ച് ഒരു കാര്യം അറിയാം, നല്ല പടമേ തരുള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ ബ്രദറായതുകൊണ്ടല്ല പറയുന്നത്. വെരി നൈസ്. ബാക്കി പടം ഒന്നുമില്ല. പിന്നെ സൂര്യ എന്നൊരു നടൻ മാത്രം അയാളുടെ കഷ്ടപ്പാടിന് വേണ്ടി ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ പോയി കാണുക. സൂര്യയുടെ കഷ്ടപ്പാടിന് പടം കാണാനാണെങ്കിൽ ഇവിടെ കഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ട്. അവരുടെയൊക്കെ പടങ്ങളും അല്ലെങ്കിൽ അവരെ വേറൊരു രീതിയിൽ സഹായിക്കാനാണെങ്കിൽ നമുക്ക് അതിനെ സമയം കാണുള്ളൂ. അപ്പം ഈ 250 400 രൂപയൊക്കെ കൊടുത്ത് പടം കാണുന്നവർക്ക് സഹായിക്കാൻ പറ്റത്തില്ല. പടം നല്ലോണം എടുക്കുക. അത്രയും 350 കോടി മുടക്കിയതാണെങ്കിൽ 350 കോടിയുടെ എഫക്റ്റ് വേണോടി. അല്ലാതെ 100 കോടി പോലും മുടക്കിയ ഒരു ലെവലിലോട്ട് പടം എത്തിയിട്ടില്ല. VFXും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ശരിയായ രീതിയിൽ ഉപയോഗിച്ചിരുന്നെങ്കിൽ പടം വേറെ ലെവലായി. സ്ക്രിപ്റ്റിൽ ഫോക്കസ് ചെയ്യാതെ ബാക്കിയെല്ലാം ബ്രഹ്മാണ്ഡമാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പടം ഓടുമെന്നാണ് ചിലരുടെയൊക്കെ വിചാരം. അത് ഈ ബാഹുബലി കണ്ടു അത് ഇതൊക്കെ കണ്ടിട്ട് ഈ ബ്രഹ്മാണ്ഡ പടം ആണെങ്കിൽ ഓടും. അത് ഈ ജ്ഞാനവേൽ രാജ്യം പറയുന്നുണ്ട്, തമിഴിൽ നല്ല പടങ്ങൾ, സ്ക്രിപ്റ്റുള്ള പടങ്ങളൊന്നും ഓടുന്നില്ല. പക്ഷേ ബ്രഹ്മാണ്ഡമാണെങ്കിൽ ഓടാനുള്ള സാധ്യതയുണ്ടെന്ന്. പക്ഷേ അതിന് നല്ലൊരു തിരക്കഥ വേണ്ടേടി. തിരക്കഥ പോലും ഇല്ലാതെ ഒരു പടം എടുക്കും. ചുമ്മാ ഒരു പടം ആക്കാൻ കുറേ കാശുമുണ്ട്. എന്നാൽ പിന്നെ അവിടെ ഇവിടെയൊക്കെ എടുക്കും. കാട്ടിൽ കുറച്ച് സീന്, നാട്ടിൽ കുറച്ച് സീന്, അവിടെ കുറച്ച് സീന്, ഇവിടെ കുറച്ച് സീന്, അങ്ങനെ ആണെങ്കിൽ പടം എടുത്ത് കഴിഞ്ഞാൽ ഓടൂ. നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ബാക്കിയാണ് 3D കൊള്ളാം. നല്ല 3D നല്ല 3D പടമാണ്. നല്ല 3G പടമാണ്. നല്ല 3G പടം. സത്യം പറഞ്ഞ വെറുപ്പിക്കലിന്റെ ഒരു ഘോഷയാത്രയാണ്. നമ്മുടെ യോഗി ബാബു, പിന്നെ നമ്മുടെ റെഡിങ് എക്സ്പി നിർത്തണ്ടല്ലോ. സത്യം പറഞ്ഞ ഞാൻ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോ റെഡിങ് സിറ്റിയിൽ എന്റെ വണ്ടി എന്നെ മോന്ത പിടിച്ചു. അത്രയ്ക്ക് ദേഷ്യം. എന്ത് വെറുപ്പീരാണ്, എന്ത് വെറുപ്പീരായിരുന്നു. രീതിയിലാണ് പുള്ളി കറക്കുന്നത്. ദോശയെ ഒരു ഓംലേറ്റ്. ഇത് വല്ലാത്ത കോമഡി ആയിരിക്കും. പുള്ളിയുടെ ഒരു എക്സ്പ്രഷൻ നരേന്ദ്രപ്രസാദ് ഇടയ്ക്കിടയ്ക്ക് ഭസ്മമാക്കി കളയും. ആ ഒരു രീതിയിലുള്ള ഒരു എക്സ്പ്രഷനൊക്കെയാണ് പുള്ളി ഇട്ടത്. പക്ഷെ പുള്ളി പറയുന്ന കാര്യമുണ്ട്, ഭയങ്കര വെറുപ്പിലാണ്. ടിക്കറ്റ് ഇടാൻ 480 രൂപ കൊടുത്താണ് ടിക്കറ്റ്. 450. എനിക്ക് വിഷമമുണ്ട്. ഞാൻ ആട്ടോ ഓടിയ പൈസയാണ് 480 രൂപ. എനിക്ക് ആര് തരും? വീട്ടിൽ ചെലവിന് കൊടുത്തില്ല 250 രൂപ. അറിയാമോ? 350 കോടി പോയ പ്രൊഡ്യൂസർ 350 അവനാ. അതായത് പടം നമ്മൾ എൻ്റെ അടുത്ത് നിന്ന് പെണ്ണ് ഉറങ്ങണേ. 350, 450, 1000 കോടി എന്നൊക്കെ തള്ളുന്നത് നിർത്ത്. ഇവിടെ ഇതൊക്കെ കേൾക്കുമ്പോൾ ആളുകൾക്ക് തോന്നും അവരുണ്ടാക്കുന്നതൊക്കെ എന്തുവാന്ന് തോന്നിപ്പോകും. അവർ ഓരോ 200, 300 രൂപയ്ക്കൊക്കെ ഓരോ ദിവസം ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് 10-20 രൂപ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവർക്ക് ഈ 3.5 കോടി 4.5 കോടി എന്നൊക്കെ പറഞ്ഞ് ഇതാക്കാതെ കൂപ്പും വിളി ബ്രോ, കൂപ്പും വിളി. എന്റെ 460 വരെ പോയി. സൂര്യ കണ്ടോണ്ടിരിക്കാൻ കൊള്ളാവോ? ടിക്കറ്റ് എടുത്താ സൂര്യനെ ആദ്യം കാണിക്കുമ്പോഴത്തേക്ക് പുള്ളി ഉണ്ടാക്കിയ കാശ് കൊണ്ടുപോയി ഇവിടെ വെറുതെ കളയാന്ന് പറയുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്. അതാ പുള്ളിക്ക് അറിയത്തുള്ളൂ.
അല്ല ഇവരൊക്കെ മുടക്കുന്ന കാശ് കൊണ്ടാണ് നിങ്ങളുടെ പടം ഓടുന്നത്. ഈ പാവപ്പെട്ട ഓട്ടോക്കാരും ഓരോ ജോലി ചെയ്യുന്നവരൊക്കെ മുടക്കുന്ന കാശ് കൊണ്ടാണ് പടം ഓടുന്നത്. അവർക്ക് 250 രൂപ 400 രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമാണ്. അത് മനസ്സിലാക്കുക. അത് ഈ സൂര്യനെ ആദ്യം കാണിക്കുമ്പോഴത്തേക്ക് കണ്ടോണ്ടിരിക്കാൻ നല്ല സെറ്റാണ്, നല്ല ബ്യൂട്ടിയാണ്. നമ്മൾ സൂര്യയുടെ പടം എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല ഹൈപ്പായിട്ട് അയണ് പോലെ വരുന്ന നല്ലൊരു പടമായിട്ട് വന്നതാണ് ബ്രോ. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് നമ്മുടെ സൂര്യയുടെ കരിയറിലെ ഏറ്റവും മോശമായി പോയി. പുള്ളിക്ക് മേക്കപ്പിനും ഗെറ്റപ്പിനും വേണ്ടി 2 വർഷം ചിലവാക്കിയെന്ന് തോന്നുന്നു. സ്ക്രിപ്റ്റിനൊന്നും വേണ്ടി ഇവർ സമയം കളഞ്ഞില്ലോടൂ. സ്ക്രിപ്റ്റൊക്കെ 10 മിനിറ്റിനകത്ത് റെഡി ആയിക്കൊണ്ട് പുള്ളിയെ 2 വർഷം ഒരുക്കി എടുത്തുകൊണ്ട് വന്നതാന്ന് തോന്നുന്നു. സ്ക്രിപ്റ്റും ഇല്ല, ഒന്നുമില്ല. ചുമ്മാ കുറേ ലുക്കും കുറേ ലുക്ക് മാത്രമല്ലടി, വർക്ക് വേണം. ലുക്കിലല്ല കാര്യം, വർക്കിലാണ് കാര്യം. അത് വർക്കിൽ ശ്രദ്ധിക്കണമായിരുന്നു, ലുക്കിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. ശിവായി അതാ പടം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. ഏറ്റവും അവസരമായപ്പോൾ അവനെ കണ്ണാടി വെച്ച മറ്റേ പോപ്പിലവനെ പുള്ളിയെ കൂടുതൽ സംസാരിപ്പിക്കാൻ ഭാഗ്യം. പുള്ളി എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞേനെ. അത് പറഞ്ഞ് എഡിറ്റ് ചെയ്ത് കളഞ്ഞാന്ന് അറിയത്തില്ല. പുള്ളി കട്ടക്കലിപ്പിനാണ് അത്രയും കാശ് മുടക്കിയിട്ട് ഒരുമായി ഊളപ്പടം കണ്ടതിൻ്റെ നല്ല വിഷമം പുള്ളിയോട് ബാക്കിയാണ്. ഇതൊക്കെ കേൾക്കുന്ന നമ്മുടെ ശിവാണ്ണനും പിന്നെ ജ്ഞാനവേൽ രാജയൊക്കെ എന്ത് പറയുന്നു നോക്കാം. അവരുടെ ഒരു റെസ്പോൺസ് അറിയാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. അവരുടെ ഒരു വീഡിയോ ഉണ്ടല്ലോ. Everyone who is watching the movie a new experience, and whoever has watched the movie, everybody is saying that the movie is very good and അണ്ണാ ഇപ്പം നമ്മൾ കേട്ടതൊക്കെ ഇപ്പോൾ എന്നണ്ണാ മൂവി ഈസ് വെരി ഗുഡ്, ബംബ്ലാസ്റ്റിംഗ്, എവർലാസ്റ്റിംഗ്. പിന്നെ അണ്ണൻ പറയുന്നത് കം വിത്ത് ലവ്. പുള്ളിയുടെ ഈ ലവ് ആണല്ല പാസവും പായസവും കൊണ്ട് ഇനി ഓടത്തില്ല അണ്ണാ. അണ്ണാ കുറച്ച് വേറെ എന്തെങ്കിലുമൊക്കെ പിടിക്കുക. എപ്പം നോക്കിയാലും പായസം എല്ലാവരും വെറുത്ത്. ഈ പായസം ഇപ്പം മധുരമല്ല, പായസത്തിന് നല്ല കയ്പാണ്. അണ്ണൻ ഇങ്ങനെ തള്ളി വിടാതെ ആളുകളൊക്കെ പറയുന്നത് ഇപ്പം കള്ളമാണ് അണ്ണാ. We also have Kanguva 2 in line. അയ്യോ കങ്കുവ 2 ഇൻ ദ ലൈനാ. എന്തോന്നടേ ഇത് ഇത് തന്നെ സഹിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ സീക്വൽ 2 കൂടെ കാണാൻ ആളുകൾ 400-500 രൂപ കൊടുത്ത് വരുമെന്നാണ് അണ്ണാ പ്രതീക്ഷിക്കുന്നത്. അണ്ണാ അത് വേണ്ട അണ്ണാ, അത് ശരിയല്ല. അത് നിങ്ങൾക്ക് തന്നെ വലിയ ദോഷം ചെയ്യും. സൂര്യണ്ണ ഇഷ്ടം കൊണ്ട് പറയണത്. Maybe the priority will go only to Kanguva 2. We leave you with a lot of questions. Only go to കങ്കുവ 2. അപ്പോൾ കങ്കുവ 1 എന്തിനെടുത്തത്? ചുമ്മാ ആളുകളെ വെറുപ്പിക്കാൻ എടുത്താണ് കങ്കുവ 1 കേട്ടോ. കങ്കുവ 2 അടിപൊളിയായിരിക്കുമെന്നാണ് സൂര്യാണ്ണൻ പറയുന്നത്. നമുക്ക് കോക്കണ്ണൻ്റെ റിവ്യൂ നോക്കാം. സിരുത്തെ ശിവയുടെ കങ്കുവ തനിക്ക് എന്തുവാ? ഇതുപോലൊരു ഊമ്പിയ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അണ്ണൻ ഇതുവരെ വിട്ടൊന്നും പറയത്തില്ലായിരുന്നു. പുള്ളിയുടെ വരെ കൺട്രോള്, നാക്കിൻ്റെ കൺട്രോള് പോയി കണ്ടോ. അത്രയ്ക്ക് അണ്ണാ ശിവണ്ണ നിങ്ങൾ എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? ബാക്കി വളരെ മോശം അലർച്ച, ഈ അലർച്ച റോബിൻ രാധാകൃഷ്ണൻ്റെ ട്രെയിനിങ് ആണെന്ന് തോന്നുന്നു. എല്ലാ അലറലോട് അലറല്ല. അപ്പം മൊത്തത്തിൽ പടം സൂപ്പർ ഹിറ്റ്. നിങ്ങൾ കണ്ടിട്ട് എന്താണെന്നുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം കാണാം.